ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്ന് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന നെത്തോലി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു 1/2 കിലോ നെത്തോലിയാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മളൊരു പ്രത്യേക തരം കൂട്ടാണ് തയ്യാറാക്കുന്നത്. കൂട്ട് തയ്യാറാക്കി ഒരു 1/2 മണിക്കൂർ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമുക്കിനി കൂട്ടൊന്ന് തയ്യാറാക്കാം. നെത്തോലി ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, 4-5 അതള വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ പേസ്റ്റ് ആക്കിയത്, പിന്നെ ഒരു തക്കാളിയുടെ പേസ്റ്റ്, ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ചേർത്ത് കൊടുത്ത് അതിന്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അതിന്റെ പച്ചമണവും മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ തക്കാളി പേസ്റ്റിന്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മുളക് പൊടി ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നു. ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പെരുംജീരകപ്പൊടി, അരിപ്പൊടി, ഉപ്പുപൊടി. സ്റ്റൗ ഓഫ് ചെയ്ത് അല്ലെ പൊടിയെല്ലാം ചേർക്കുമ്പോഴത്തേക്ക് ചിലപ്പം കരിഞ്ഞു പോകും. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരപ്പെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെത്തോലി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാൻ നന്നായി തണുത്ത ശേഷമാണ് നമ്മൾ നെത്തോലി ഗ്രേവിയിൽ മിക്സ് ചെയ്തത്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഗ്രേവി എല്ലാം നന്നായിട്ട് നെത്തോലി പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായ സവാളയും കൊച്ചുള്ളിയും ഒക്കെ തയ്യാറാക്കി എടുക്കാം. നെത്തോലിയിൽ ഗ്രേവി നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ഇതിനകത്തൊന്ന് പറക്കി വെച്ചെടുക്കാം. നെത്തോലി പാനിൽ നിരത്തിയിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് പാൻ ചെറുതായിട്ട് തണുക്കുമ്പോൾ അത് തിരിച്ചിടും. അന്നേരം അല്പം പോലും പാനെ പിടിക്കാതെ നമുക്ക് തിരിച്ചിടാൻ സാധിക്കും. ഇനി അതിന് ശേഷം കാണാം. നെത്തോലിയുടെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു സവാളയും 3-4 കഷ്ണം കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സവാളയുടെ ആവശ്യം ഞാൻ ആദ്യം ഉപ്പ് കുറച്ചേ ചേർത്തുള്ളായിരുന്നു മിക്സ് ചെയ്തപ്പം ഗ്രേവി ആയിട്ട് നെത്തോലി മിക്സ് ചെയ്തപ്പോൾ ഇനി സവാളയുടെ ആവശ്യത്തിന്
ഒരു അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കും. അത് മതി. ഇനി നമുക്ക് ഈ സവാള ചെറുതായിട്ടൊന്ന് വേകുന്നതിന് വേണ്ടി ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോഴേ നല്ല മണമുണ്ട്. നമ്മുടെ നെത്തോലി ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഞാൻ അല്പം എടുത്ത് കഴിച്ചു നോക്കി. മസാല ഉപ്പും എല്ലാം അതിന്റെ പരുവത്തിനുണ്ട്. ഒരു പ്ലേറ്റ് ചോറുണ്ടാൻ നമുക്ക് ഇതുപോലെ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ മറ്റു കറികളൊന്നും തന്നെ വേണ്ട. എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം. താങ്ക് യു.